ഹലോ, വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി. ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അതിന് ഞാൻ ഉണക്ക ചക്ക എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കും. നല്ല നൈസ് പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാര, പാല്, കുറച്ച് പഴുത്ത ചക്ക, അമൂൽ ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് പാല്. ഇനി ഇതെങ്ങനെയാണ് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം. ആദ്യം ചക്ക പൊടിച്ചെടുക്കുകയാണ്. ചക്ക നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, തരിയൊന്നും ഇല്ലാതെ. ഇനി ഒരു 3 സ്പൂൺ പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട്. ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് മധുരം ചേർത്ത് ഇത് കുറുക്കിയെടുക്കണം. കുറച്ചുകൂടെ പാല് ചേർക്കണം. ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുറുക്ക് പോലെ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി തണുത്ത ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അത് തണുത്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് പഴുത്ത ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച ചക്ക കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല പഴുത്ത ചക്കയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇത്ര ആയാൽ മതി. ഇനി ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചക്ക എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് പാല് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതുപോലെ തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. ഇതേപോലെ അടിച്ചെടുക്കണം. ഇതേപോലെ പത വരണം നല്ല. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് തണുപ്പിക്കാനായിട്ട്. ഇതൊന്ന് തണുത്ത ശേഷം ക്രീമും ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മിക്സിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ക്രീം ചേർക്കുകയാണ്. ചക്ക അരച്ച് വെച്ചത് ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു എയർ ടൈറ്റുള്ള നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇത് വഴറ്റി വെച്ച ചക്കേൻ്റെ പീസ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.